ലോക രാഷ്ട്രീയത്തിന്റെ നെഞ്ചകത്ത് ഒരു തീപ്പൊരി വീണിരിക്കുന്നു. അമേരിക്കയുടെ പ്രസിഡന്റും വിവാദങ്ങളുടെ തോഴനുമായ ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംസാരിച്ചെന്നും റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി നിർത്താമെന്ന് മോദി ഉറപ്പ് നൽകിയെന്നും അവകാശപ്പെട്ടപ്പോൾ ലോകം ഒരു നിമിഷം ശ്വാസമടക്കി പിടിച്ചു. അമേരിക്കൻ ഭരണകൂടം റഷ്യക്കെതിരെ പ്രഖ്യാപിച്ച സാമ്പത്തിക യുദ്ധത്തിൽ ഇന്ത്യയുടെ നിർണായക പങ്കാളിത്തം ഉറപ്പായി എന്ന പ്രതീതി സൃഷ്ടിക്കാൻ ഈ പ്രസ്താവനയ്ക്ക് കഴിഞ്ഞു. എന്നാൽ ആ നുണബോംബ് ചീറ്റിപ്പോയത് അതിവേഗത്തിലായിരുന്നു. മണിക്കൂറുകൾക്കകം ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ട്രംപിന്റെ അവകാശവാദങ്ങൾ ഒന്നൊഴിയാതെ തള്ളിക്കളഞ്ഞു. ഒരു ഫോൺ സംഭാഷണം പോലും നടന്നിട്ടില്ലെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഈ സംഭവം കേവലം ഒരു നയതന്ത്ര നിഷേധം മാത്രമായിരുന്നില്ല, അത് ലോകശക്തികളുടെ സമ്മർദ്ദ തന്ത്രങ്ങൾക്കെതിരെ ഇന്ത്യയുടെ പരമാധികാരവും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ നിശ്ചയദാർഢ്യവും എത്രത്തോളം വലുതാണെന്ന് വിളിച്ചോതുന്ന ചരിത്രപരമായ നിമിഷമായിരുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ ഈ ഓൺലൈൻ അവകാശവാദം കേവലം ഒരു രാഷ്ട്രീയ തമാശയായിട്ട് നമുക്ക് തള്ളിക്കളയാനുമാകില്ല. റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയുടെ സാമ്പത്തിക സ്രോതസ്സുകൾ അടയ്ക്കാൻ അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും കിണഞ്ഞു പരിശ്രമിക്കുകയാണ്. ലോകത്തിന്റെ ഏറ്റവും വലിയ എണ്ണ ഉപഭോക്താക്കളിൽ ഒന്നായ ഇന്ത്യ റഷ്യയിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങുന്നത് തുടരുന്നത് അമേരിക്കൻ താൽപര്യങ്ങൾക്കും ഉപരോധങ്ങൾക്കും വലിയ തിരിച്ചടിയുമാണ്. ഈ സാഹചര്യത്തിൽ ഇന്ത്യയെ പൊതുജന മധ്യത്തിൽ സമ്മർദ്ദത്തിലാക്കാനും പാശ്ചാത്യ സഖ്യത്തിന് മുന്നിൽ ഇന്ത്യ കീഴടങ്ങി എന്ന പ്രതീതി സൃഷ്ടിക്കാനും അതുവഴി റഷ്യയുമായുള്ള ഇന്ത്യയുടെ വ്യാപാര ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്താനുമായിരുന്നു ട്രംപിന്റെ നാടകം. എന്നാൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ആ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാൻ തയ്യാറല്ലെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ സംഭവം അമേരിക്ക ഫസ്റ്റ് എന്ന മനോഭാവത്തിന് ഇന്ത്യ നൽകിയ കടുത്ത പ്രഹരമാണ്. ലോകത്തിന് മുന്നിൽ മോദിയുടെ പ്രതിച്ഛായ കൂടുതൽ ശക്തമാക്കുന്ന ഒരു രാഷ്ട്രീയ വിജയമാണ്. ഇന്ത്യയുടെ ഊർജ്ജ നയം സ്വതന്ത്രവും അതുപോലെ തന്നെ രാജ്യ താൽപര്യങ്ങൾ മാത്രം മുൻനിർത്തിയുള്ളതുമായിരിക്കുമെന്ന ശക്തമായ സന്ദേശമാണ് ഈ മറുപടിയിലൂടെ ലോകത്തിന് നൽകിയത്. ട്രംപിന്റെ വിഭ്രാന്തിയും അമേരിക്കൻ സമ്മർദ്ദ തന്ത്രങ്ങളുടെ പൊള്ളത്തരവും ഡൊണാൾഡ് ട്രംപ് ഒരു പ്രത്യേകതരം രാഷ്ട്രീയക്കാരനാണെന്ന് മനസ്സിലാക്കി തരുന്നു. സത്യത്തെ വളച്ചൊടിക്കുകയും സ്വന്തം താല്പര്യങ്ങൾക്കായി യാഥാർത്ഥ്യത്തെ സൗകര്യപൂർവ്വം മാറ്റി എഴുതുകയും ചെയ്യുന്നത് അദ്ദേഹത്തിന് ഒരു പുതുമയല്ല. എന്നാൽ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുമായി നടന്നതായി അവകാശപ്പെടുന്ന ഫോൺ സംഭാഷണം തന്നെ കെട്ടിച്ചമയ്ക്കുന്നത് തികഞ്ഞ നയതന്ത്ര മര്യാദയില്ലായ്മയും ഇന്ത്യയുടെ പരമാധികാരത്തോടുള്ള അനാദരവുമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്റെ ഒരു സുഹൃത്താണ് എന്നും ഞങ്ങൾക്കൊരു മികച്ച ബന്ധമുണ്ട് എന്നും വാചാലനായ ശേഷം റഷ്യയിൽ നിന്ന് അവർ എണ്ണ വാങ്ങില്ലെന്ന് അദ്ദേഹം എനിക്ക് ഉറപ്പ് നൽകി എന്ന ട്രംപിന്റെ പ്രസ്താവന കേവലം ഒരു കള്ളം മാത്രമായിരുന്നില്ല. അത് ഇന്ത്യയുടെ വിദേശ നയത്തെ സ്വന്തം വരുതിയിലാക്കാൻ ശ്രമിക്കുന്ന, അന്താരാഷ്ട്ര തലത്തിൽ നുണപ്രചാരണത്തിലൂടെ സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുന്ന അമേരിക്കൻ രാഷ്ട്രീയത്തിന്റെ ഗൂഢലക്ഷ്യങ്ങൾ വിളിച്ചോതുന്നതായിരുന്നു. ഈ അവകാശവാദം ട്രംപ് ഉന്നയിക്കുന്നത് വൈറ്റ് ഹൗസിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ്. അതായത് ലോക മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ അപകീർത്തിപ്പെടുത്താനും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കാനും ട്രംപ് മടി കാണിച്ചില്ല. അദ്ദേഹത്തിന്റെ ലക്ഷ്യം ലളിതമായിരുന്നു: ലോകത്തിന് മുന്നിൽ മോദിയെ ഒരു വിനീതനായ സുഹൃത്തായി അവതരിപ്പിക്കുക, അതുവഴി ഇന്ത്യയുടെ ഊർജ്ജ ഇറക്കുമതി നയം അമേരിക്കയുടെ ചൊൽപ്പടിയിലാണെന്ന് വരുത്തി തീർക്കുക. എന്നാൽ ട്രംപിന് ഒരു കാര്യം മനസ്സിലായില്ല: ഇത് പഴയ ഇന്ത്യയല്ല. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കുന്ന ഒരു ശക്തിയാണ്. രാജ്യത്തിന്റെ താല്പര്യങ്ങൾ മാത്രമാണ് ഇന്ത്യയുടെ നയങ്ങളെ നയിക്കുന്നത്, അല്ലാതെ ഒരു വിദേശ ശക്തിയുടെ സമ്മർദ്ദങ്ങളോ സൗഹൃദങ്ങളോ അല്ല. ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം രാത്രി വൈകി ഈ അവകാശവാദം നിഷേധിച്ചത് നമ്മുടെ ഇന്ത്യക്ക് ഈ വിഷയത്തിലുള്ള ഗൗരവവും ട്രംപിന്റെ വാക്കുകൾക്ക് നൽകുന്ന വില എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നതുമാണ്. അത്തരത്തിലൊരു ഫോൺ സംഭാഷണം ഉണ്ടായിട്ടില്ലെന്ന് വിദേശകാര്യ വക്താവായ രൺധീർ ജോയ്സ്വാൾ വ്യക്തമാക്കിയത് അമേരിക്കൻ നുണപ്രചാരണത്തിന് മുഖത്തേറ്റ പ്രഹരമായി. റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ അവസാനിപ്പിക്കാൻ അമേരിക്കയുടെ ഭാഗത്തു നിന്നും വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു എന്ന വസ്തുത ഈ പശ്ചാത്തലത്തിൽ വളരെ പ്രധാനമാണ്. റഷ്യയുടെ മൊത്തം ക്രൂഡ് ഇറക്കുമതിയുടെ 1/3 ഭാഗത്തോളം ഇന്ത്യയാണ് വാങ്ങുന്നത്. ഇത് റഷ്യയുടെ യുദ്ധ സാമ്പത്തികത്തിൽ ഒരു നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഈ ഇറക്കുമതി വെട്ടിച്ചുരുക്കുന്നത് റഷ്യയെ സാമ്പത്തികമായി തകർക്കുമെന്നും അതുവഴി യുദ്ധം അവസാനിപ്പിക്കാൻ സമ്മർദ്ദത്തിലാക്കുമെന്നുമാണ് അമേരിക്കയുടെ വാദം. ഈ ലക്ഷ്യം മുൻനിർത്തി അമേരിക്കൻ ഭരണകൂടം പലതവണ ഇന്ത്യയെ സമീപിക്കുകയും പരോക്ഷമായും പ്രത്യക്ഷമായും സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയുടെ പ്രതികരണം എന്നും ശക്തമായിരുന്നു. ഇന്ത്യ എണ്ണയുടെയും വാതകത്തിന്റെയും പ്രധാന ഇറക്കുമതിക്കാരാണ്. അസ്ഥിരമായ ഊർജ്ജ സാഹചര്യത്തിൽ ഇന്ത്യൻ ഉപഭോക്താക്കളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് സ്ഥിരമായ ഒരു മുൻഗണന നൽകും. ഇന്ത്യയുടെ ഊർജ്ജ നയം രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്നും അത് ഒരു വിദേശ ശക്തിയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച്
അട്ടിമറിച്ച് മാറ്റാൻ കഴിയില്ലെന്നും ഇന്ത്യ ഈ വിഷയത്തിൽ ഉറച്ച നിലപാടെടുത്തു. മോദിയുടെ നയതന്ത്ര വിജയം ഇന്ത്യ ഫസ്റ്റ് എന്ന തത്വവും തന്ത്രപരമായ സ്വയംഭരണവും നരേന്ദ്രമോദിയുടെ വിദേശ നയം ഇന്ത്യ ഫസ്റ്റ് എന്ന തത്വത്തിൽ അധിഷ്ഠിതമാണ്. രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷയും 1.4 ബില്യൺ ജനങ്ങളുടെ ക്ഷേമവുമാണ് ഈ നയത്തിന്റെ നെടുംതൂൺ. അന്താരാഷ്ട്ര തലത്തിൽ എണ്ണവില കുതിച്ചുയരുമ്പോൾ റഷ്യയിൽ നിന്നും കുറഞ്ഞ വിലയിൽ എണ്ണ ലഭിക്കുന്നത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്കും സാധാരണക്കാർക്കും വലിയ ആശ്വാസമാണ്. ഇത് രാജ്യത്തിന്റെ പണപ്പെരുപ്പത്തെ പിടിച്ചു നിർത്താനും സാമ്പത്തിക വളർച്ച നിലനിർത്താനും സഹായിക്കുന്നു. ഈ സാഹചര്യത്തിൽ കേവലം ഒരു വിദേശ ശക്തിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി സ്വന്തം രാജ്യത്തെ ജനങ്ങളെ ഊർജ്ജ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാൻ മോദി സർക്കാർ തയ്യാറല്ല. ഇത് അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണമുള്ളതും ജനപക്ഷത്തുള്ളതുമായ നേതൃത്വത്തെയാണ് എടുത്തു കാണിക്കുന്നത്. ട്രംപിന്റെ നുണപ്രചാരണത്തിന് വിദേശകാര്യ വക്താവായ രൺധീർ ജയ്സ്വാൾ നൽകിയ മറുപടി കേവലം ഒരു നിഷേധം എന്നതിലുപരി ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ ശക്തി വിളിച്ചോതുന്നതായിരുന്നു. എന്നാൽ ആ ഒറ്റ പ്രസ്താവന ട്രംപിന്റെ നുണയുടെ കോട്ട തകർത്തെറിഞ്ഞു. മാത്രമല്ല, ഇന്ത്യയുടെ ഊർജ്ജ നയം എന്തായിരിക്കണമെന്ന് ഔദ്യോഗിക പ്രസ്താവനയിലൂടെ മന്ത്രാലയം വ്യക്തമാക്കുകയും ചെയ്തു. സ്ഥിരമായ ഊർജ്ജ വിലയും സുരക്ഷിതമായ വിതരണവും ഉറപ്പാക്കുക എന്നതാണ് ഊർജ്ജ നയത്തിന്റെ ലക്ഷ്യം. ഇതിൽ ഊർജ്ജ സ്രോതസ്സുകൾ വിപുലീകരിക്കുന്നതും വിപണി സാഹചര്യങ്ങൾക്കനുസരിച്ച് വൈവിധ്യവൽക്കരിക്കുന്നതും ഉൾപ്പെടുന്നു. ഇവിടെ നരേന്ദ്രമോദിയുടെ നയതന്ത്രജ്ഞത പ്രശംസ അർഹിക്കുന്നുണ്ട്. ലോകശക്തികൾ രണ്ട് ചേരികളിലായി നിന്ന് പോരടിക്കുമ്പോൾ ഇരുപക്ഷത്തെയും പിണക്കാതെ എന്നാൽ സ്വന്തം രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകി മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് കഴിയുന്നു. റഷ്യയുമായുള്ള സാമ്പത്തിക ബന്ധം നിലനിർത്തുന്നതിലൂടെ ഇന്ത്യ അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ലെന്ന് ഉറപ്പിച്ചു പറയുകയാണ്. അതേസമയം അമേരിക്കയിലെ നിലവിലെ ഭരണകൂടം ഇന്ത്യയുമായുള്ള ഊർജ്ജ സഹകരണം കൂടുതൽ ആഴത്തിലാക്കുന്നതിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നും ചർച്ചകൾ തുടരുകയാണ് എന്നും റിപ്പോർട്ടുകളുണ്ട്. ഇതൊരു നയതന്ത്രപരമായ ബാലൻസിംഗ് ആക്ട് ആണ്. ഏതെങ്കിലും ഒരു പക്ഷത്തേക്ക് പൂർണ്ണമായി ചായുന്നതിന് പകരം ഇന്ത്യയുടെ തന്ത്രപരമായ സ്വയംഭരണം ഇവിടെ ഉറപ്പാക്കുന്ന സമീപനമാണ്. ആഗോള ശക്തികളുടെ സമ്മർദ്ദ തന്ത്രങ്ങളെ അതിജീവിച്ച് സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള ഇന്ത്യയുടെ കഴിവാണ് ഇവിടെ പ്രകടമാകുന്നത്. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിക്കാൻ അമേരിക്കയ്ക്ക് ഇന്ത്യ ഉറപ്പ് നൽകിയിട്ടില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത് ഇന്ത്യയുടെ പരമാധികാരപരമായ നിലപാടിനെ കൂടുതൽ ശക്തിപ്പെടുത്തി. ഊർജ്ജ സംഭരണം വിപുലീകരിക്കാൻ വർഷങ്ങളായി ഇന്ത്യ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ പ്രസ്താവന താൽക്കാലികമായ വിപണി സാഹചര്യങ്ങൾക്കും അപ്പുറം ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഊർജ്ജ സുരക്ഷയാണ് ഇന്ത്യയുടെ ലക്ഷ്യമെന്ന് അടിവരയിടുന്നു. അമേരിക്കൻ കാപട്യവും പുതിയ ലോകക്രമത്തിലെ ഇന്ത്യയുടെ സ്ഥാനവും ഈ വിഷയത്തിൽ അമേരിക്കൻ ഭരണകൂടവും അതിന്റെ മുൻ നേതാക്കളും പ്രകടിപ്പിക്കുന്ന കാപട്യം ശ്രദ്ധേയമാണ്. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിൽ ഇന്ത്യയുടെ അതൃപ്തി പ്രകടിപ്പിക്കുമ്പോൾ തന്നെ പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യൻ എണ്ണയെ പൂർണ്ണമായും ഒഴിവാക്കിയിട്ടില്ല എന്ന യാഥാർത്ഥ്യമാണ് നിലനിൽക്കുന്നത്. വിലപരിധി നിശ്ചയിച്ച് റഷ്യൻ എണ്ണ പാശ്ചാത്യ വിപണിയിൽ എത്തുന്നുമുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിൽ ഒന്നായ ചൈനയോട് ഇതേ നിലപാട് സ്വീകരിക്കാൻ ട്രംപ് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ചൈനയുടെ കാര്യത്തിൽ ഇത്രത്തോളം കടുത്ത സമ്മർദ്ദമൊന്നും ചെലുത്താൻ അമേരിക്ക മടിക്കുന്നുണ്ട്. ഇത് ഇന്ത്യയോടുള്ള അമേരിക്കയുടെ മനോഭാവത്തിലെ ഇരട്ടത്താപ്പാണ് വ്യക്തമാക്കുന്നത്. റഷ്യയെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമത്തിൽ ഇന്ത്യയെ ഒരു ഉപകരണമായി ഉപയോഗിക്കാനുള്ള പാശ്ചാത്യ ശ്രമങ്ങളെയാണ് ഇത് തുറന്നു കാട്ടുന്നത്. എന്നാൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ വിദേശ നയം കൂടുതൽ ശക്തവും സ്വാതന്ത്ര്യവുമാവുകയാണ്. അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ഒരു നുണയുമായി രംഗത്ത് വരുമ്പോൾ അതിന് വ്യക്തമായ തെളിവുകളോട് കൃത്യസമയത്ത് മറുപടി നൽകാൻ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം തയ്യാറായി. ഒരു വലിയ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച ട്രംപിന് കനത്ത തിരിച്ചടിയാണ് ഇന്ത്യ നൽകിയത്. ഇത് കേവലം വാക്കുകൊണ്ടുള്ള മറുപടി മാത്രമല്ല, ലോകത്തിന് മുന്നിൽ നയതന്ത്ര സത്യസന്ധത ഉയർത്തിപ്പിടിച്ച ഇന്ത്യയുടെ ധാർമ്മികമായ വിജയമാണ്. ഈ സംഭവം പുതിയ ലോകക്രമത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എന്തായിരിക്കണം എന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ സൂചന നൽകുന്നു. ഇനിയൊരു വിദേശ ശക്തിയുടെ താളത്തിനൊത്ത് തുള്ളുന്ന ഒരു രാജ്യമായി ഇന്ത്യയെ കണക്കാക്കാനാകില്ല. അപ്പോൾ ട്രംപിന്റെ നുണയും ഇന്ത്യയുടെ തകർപ്പൻ മറുപടിയും നമ്മൾ കണ്ടു. ലോക രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ തീർച്ചയായും ഇതൊരു നാഴികക്കല്ലാണ്. ഇത് കേവലം എണ്ണ ഇറക്കുമതിയെ കുറിച്ചുള്ള ഒരു തുടക്കമായിരുന്നില്ല, അല്ലെങ്കിൽ തർക്കമായിരുന്നില്ല. മറിച്ച് ആഗോള ശക്തികളുടെ സമ്മർദ്ദ തന്ത്രങ്ങൾക്കെതിരെ ഇന്ത്യയുടെ പരമാധികാരത്തിന്റെയും തന്ത്രപരമായ സ്വയംഭരണം എന്ന തത്വത്തിന്റെയും വിജയമായിരുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ രാഷ്ട്രീയ നാടകത്തിന് മുന്നിൽ തലകുനിക്കാൻ നരേന്ദ്രമോദിയോ ഇന്ത്യയോ തയ്യാറല്ലെന്ന് ഈ സംഭവം തെളിയിക്കുന്നു. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.